അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് സംഘടിപ്പിക്കുന്ന ഖുർആൻ വിജ്ഞാന പരീക്ഷയുടെ സീനിയർ വിഭാഗത്തിൻ്റെ സിലബസായി നിശ്ചയിക്കപ്പെട്ട 2 സൂറത്തുകളിൽ രണ്ടാമത്തെ അധ്യായമായിക്കൊണ്ട് പഠിക്കുവാനുള്ള സൂറത്ത് ഫുസ്സിലത്ത് അല്ലെങ്കിൽ ഹാമീം സജദ, അതിൻ്റെ ആദ്യത്തെ 18 ആയത്തുകളാണ് കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി നമ്മൾ കേട്ടത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതിൻ്റെ 19 മുതലുള്ള ഏതാനും ആയത്തുകൾ അതിൻ്റെ വിശദീകരണ സഹിതം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചു വെച്ച ഭാഗം എന്ന് പറയുന്നത് ആദ്, സമൂദ് ഗോത്രങ്ങൾ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ നിഷേധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ശിക്ഷിക്കുകയും ചെയ്ത അവരുടെ ആ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിക്കൊണ്ട് നമ്മൾ സൂചിപ്പിച്ചത്. ഇനി എടുക്കുവാനുള്ള 19-ാമത്തെ വചനത്തിൽ ഇത്തരത്തിൽ അള്ളാഹുവിൽ വിശ്വസിക്കാത്തവരും അതുപോലെ തന്നെ അവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന, അവർ നേരിടേണ്ടി വരുന്ന ചില രംഗങ്ങളുമാണ് 19 മുതലുള്ള ആയത്തുകളിലൂടെ, ചില വചനങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. നമുക്ക് നോക്കാം. 19-ാമത്തെ വചനം, وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ. وَيَوْمَ يُحْشَرُ, ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ ദിവസം, അഅ്ദാഉല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രുക്കളായ ആളുകളെ, ഇലന്നാർ, നരകത്തിലേക്ക്, ഫഹും യൂസഊൻ, അപ്പോഴവർ നിയന്ത്രിച്ചു കൊണ്ടുവരപ്പെടും എന്നാണ്. ഓരോ ജനവിഭാഗങ്ങൾ തമ്മിൽ കൂട്ടി മുട്ടാതിരിക്കുവാൻ വേണ്ടി പ്രത്യേകം വിഭാഗങ്ങളായിക്കൊണ്ട് അവരെ നരകത്തിലേക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത, ഏകദൈവ വിശ്വാസം ഉൾക്കൊള്ളാത്ത, പടച്ച റബ്ബിൻ്റെ കൽപ്പനകളെ ധിക്കരിക്കുന്ന ആളുകളെ, അവരെ ആ നിലക്ക് പരലോകത്ത് കൂട്ടമായി കൊണ്ടുവരപ്പെടുകയും അവരെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യും എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഹത്താ ഇദാ മാ ജാഊഹാ ഷഹിദ അലൈഹിം സമഉഹും വ അബ്സാറുഹും വ ജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. അള്ളാഹു പറയാ, ഹത്താ ഇദാ മാ ജാഊഹാ, അങ്ങനെ അതിനടുക്കൽ അവർ വന്നാൽ, ആ നരകത്തിന്റെ അടുക്കൽ അവർ എത്തപ്പെട്ടാൽ, ഷഹിദ അലൈഹിം, അവർക്കെതിരെ അല്ലെങ്കിൽ അവരുടെ മേൽ സാക്ഷി പറയപ്പെടും, സാക്ഷി നിൽക്കും. ആരൊക്കെയാണ്? സമഉഹും, അവരുടെ കേൾവികളും, അതുപോലെ തന്നെ വ അബ്സാറുഹും, അവരുടെ കാഴ്ചകളും, വ ജുലൂദുഹും, അവരുടെ തൊലികളും അവർക്കെതിരിൽ സാക്ഷി പറയുമെന്നാണ്. അപ്പൊ അവിശ്വാസികളായ ആളുകളെ പരലോകത്ത് കൂട്ടമായി കൊണ്ടുവരപ്പെട്ടാൽ അവരുടെ കണ്ണുകളും അവരുടെ കാതുകളും അവരുടെ തൊലികൾ പോലും അവർക്കെതിരിൽ സാക്ഷി നിൽക്കും. ബിമാ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് എന്നാണ്. അപ്പോൾ ഓരോ സന്ദർഭത്തിലും അവർ ചെയ്തതിനെക്കുറിച്ചും അവർ ഭൂമി ലോകത്ത് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവർ പ്രവർത്തിച്ചു വച്ച അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവരുടെ കണ്ണുകളും അതുപോലെ തന്നെ അവരുടെ കാതുകളും അതുപോലെ തന്നെ അവരുടെ ശരീരത്തിലെ തൊലികളുമൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവർക്കെതിരിൽ സാക്ഷിയായിക്കൊണ്ട് എഴുന്നേറ്റു നിൽക്കുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ഈ വചനങ്ങളിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം ഇവിടെ അവരുടെ കാതും അവരുടെ കേൾവിയും അവരുടെ തൊലികളുമൊക്കെ സാക്ഷി പറയുമെന്ന് പഠിപ്പിക്കപ്പെടുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കുവാനോ അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്തുവാനോ കഴിയുന്ന കാര്യങ്ങളല്ല, അതിനപ്പുറത്തുള്ള കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചു വെച്ച സംവിധാനത്തിലൂടെ, അള്ളാഹുവിൻ്റെ നടപടിയിലൂടെ അതവിടെ പ്രാവർത്തികമാകുമെന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, വഖാലൂ ലിജുലൂദിഹിം ലിമ ശഹിദ്തും അലൈനാ ഖാലൂ അൻതഖന അല്ലാഹു അല്ലദീ അൻതഖ കുല്ല ഷൈഇൻ വഹുവ ഖലഖകും അവ്വല മറ വഇലൈഹി തുർജഊൻ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഖാലു, ഈ അവിശ്വാസികളായ അള്ളാഹുവിന്റെ ശത്രുക്കളായിക്കൊണ്ട് പരലോകത്ത് കൂട്ടപ്പെടുന്ന ആളുകൾ, അവർ ലിജുലൂദിഹിം, അവർ അവരുടെ തൊലികളോട് ചോദിക്കും, ലിമ ഷഹിദ്തും അലൈന, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരിൽ സാക്ഷി പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് ഞങ്ങൾക്കെതിരെ സാക്ഷിയായിക്കൊണ്ട് നിലകൊണ്ടത് എന്ന് അവിശ്വാസികളായ ആളുകൾ അവരുടെ ശരീരത്തിലെ തൊലികളോട് അവർ ചോദിക്കുമെന്നാണ്. ഖാലു, ഈ സമയത്ത് അവരുടെ തൊലികൾ അവർക്ക് മറുപടി നൽകും, അൻത്വഖനല്ലാഹ്, അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്, അല്ലദീ അൻത്വഖ കുല്ല ഷൈഹിൻ, സകല വസ്തുക്കളെയും സകല കാര്യങ്ങളെയും സംസാരിപ്പിച്ചവനായ അല്ലാഹുവാണ് ഞങ്ങളെയും നിങ്ങൾക്കെതിരിൽ സാക്ഷിയാക്കിയത് എന്ന് ആ തൊലികൾ അവർക്ക് മറുപടി നൽകുമെന്നാണ്. വഹുവ ഖലഖകും അവ്വല മറ, അവൻ തന്നെയാണ് ഒന്നാമത്തെ പ്രാവശ്യം, ആദ്യ പ്രാവശ്യം നിങ്ങളെ സൃഷ്ടിച്ചതും. വ ഇലൈഹി തുർജഊൻ, അവനിലേക്കു തന്നെയാണ് നിങ്ങളുടെ മടക്കവും എന്ന് പരലോകത്ത് അവരോട് പറയപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, നമുക്കറിയാം വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ 65-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വതുകല്ലിമുന ഐദീഹിം, അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കും, വതശ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ നമുക്ക് ആ കൈകൾ പറഞ്ഞതിന് സാക്ഷിയായിക്കൊണ്ട് പരലോകത്ത് അവരുടെ കാലുകൾ സാക്ഷിയായി നിൽക്കുമെന്ന്. അപ്പൊ പരലോകത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നമ്മുടെ കണ്ണുകളും നമ്മുടെ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരെ സാക്ഷികളാക്കിക്കൊണ്ട് കൊണ്ടുവരുമെന്ന് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കറിയാം. അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ പ്രപഞ്ചത്തിന്റെ സകലമാന സൃഷ്ടിപ്പിനെയും ഈ പ്രപഞ്ചത്തിന്റെ സകലമാന സൃഷ്ടിചരാചരങ്ങളും നിയന്ത്രിക്കുന്നവൻ, സൃഷ്ടിച്ചവൻ ആ റബ്ബ് പരലോകത്ത് അതല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ സമയത്ത് ഭൂമിയെപ്പോലും സംസാരിപ്പിക്കുന്ന റബ്ബ. ആ റബ്ബ് മനുഷ്യ ശരീരത്തിന്റെ ഓരോരോ അവയവങ്ങളും മനുഷ്യ ശരീരത്തിന്റെ ഓരോരോ ഭാഗങ്ങളും അവന്റെ കണ്ണുകളും കാതുകളും തൊലികൾ പോലും അള്ളാഹുവിന്റെ മുമ്പിൽ കുറ്റവാളികളുടെയും അഥവാ മനുഷ്യരുടെ സാക്ഷികളായിക്കൊണ്ട് അവർ ചെയ്ത പ്രവർത്തനത്തിന്റെ സാക്ഷികളായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരും എന്നാണ്. ആ സമയത്ത് മനുഷ്യൻ ചോദിക്കാൻ, ലിമ ഷഹിദ്തും അലൈന, എന്തിനാണോ ഞങ്ങൾക്കെതിരിൽ നിങ്ങൾ സാക്ഷികളായത്? ആ സമയത്ത് അവർക്ക് കൊടുക്കുന്ന മറുപടി എന്താണ്? അൻത്വഖനല്ലാഹുല്ലദീ അൻത്വഖ കുല്ല ഷൈഹിൻ വഹുവ ഖലഖകും അവ്വല മറ വ ഇലൈഹി തുർജഊൻ, അവനാണ്, അല്ലാഹുവാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്, എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച, ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളെയും സംസാരിപ്പിച്ച അള്ളയാണ് ഞങ്ങളെ സംസാരിപ്പിച്ചത്. വഹുവ ഖലഖകും അവ്വല മറ, ആദ്യ പ്രാവശ്യത്തിൽ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഒന്നാം തവണ അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. വ ഇലൈഹി തുർജഊൻ, ആ അള്ളാഹുവിലേക്കാണ് നിങ്ങളുടെ മടക്കമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് ഈ തൊലികളെ കൊണ്ട് സത്യനിഷേധികളായ, അള്ളാഹുവിനെ ധിക്കരിച്ച, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാത്ത, അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്തവർക്ക് ഈ രൂപത്തിൽ മറുപടി നൽകുമെന്ന് വിശുദ്ധ ഖുർആൻ ഈ ആയത്തുകളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് കാണാം നമുക്ക്, വമാ കുൻതും തസ്തതിറൂന അൻ യശ്ഹദ അലൈക്കും സമഉകും വലാ അബ്സ്വാറുക്കും വലാ ജുലൂദുക്കും വലാകിൻ ظننتم അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, വമാ കുൻതും, നിങ്ങളായിരുന്നില്ല, അവിശ്വാസികളോട് പറയാൻ, നിങ്ങളായിരുന്നില്ല, തസ്തതിറൂന, അങ്ങനെ നിങ്ങൾക്ക് അതല്ലെങ്കിൽ നിങ്ങൾ മറഞ്ഞു നിൽക്കുന്നവരായിരുന്നു, അൻ യശ്ഹദ അലൈക്കും, നിങ്ങളുടെ മേൽ സാക്ഷി നിൽക്കുമെന്നതിനാൽ നിങ്ങൾ മറഞ്ഞു നിൽക്കും, അലൈക്കും നിങ്ങളുടെ മേൽ, സമഉക്കും നിങ്ങളുടെ കേൾവികളും, അതുപോലെ തന്നെ വല അബ്സ്വാറുക്കും നിങ്ങളുടെ കാഴ്ചകളുമില്ല, വലാ ജുലൂദുക്കും നിങ്ങളുടെ തൊലികളുമില്ല, വലാകിൻ ളനന്തും പക്ഷേ നിങ്ങൾ ധരിച്ചു വച്ചു, നിങ്ങൾ വിചാരിച്ചു വച്ചു, അന്നല്ലാഹ ലാ യഅലമു കസീറൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അധികവും, അല്ലാഹു മിക്കതും
അറിയുകയില്ല എന്ന് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ധരിച്ചു വെച്ചു. മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നിങ്ങളുടെ കേൾവികളാകട്ടെ, നിങ്ങളുടെ കാഴ്ചകളാകട്ടെ, അതല്ലെങ്കിൽ നിങ്ങളുടെ തൊലികളാവട്ടെ, നിങ്ങൾക്കെതിരെ സാക്ഷ്യം വഹിക്കുമെന്നതിൽ നിന്നും നിങ്ങൾ മറഞ്ഞു നിൽക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ അവരാരും തന്നെ അത്തരത്തിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അശ്രദ്ധരായിരുന്നില്ല. അവർക്കറിയാമായിരുന്നു പരലോകത്ത് ഈ നിലക്കുള്ള സംവിധാനങ്ങൾ പരലോകത്തുണ്ടാകുമെന്നും അവർക്കെതിരെ സാക്ഷികളായിക്കൊണ്ട് ഇത്തരത്തിലുള്ള എല്ലാ നിലക്കുമുള്ള സംവിധാനങ്ങൾ അള്ളാഹു തയ്യാറാക്കി വെക്കുമെന്നും അവർക്കറിയാമായിരുന്നു. പക്ഷേ എന്നിട്ടും അവരുടെ വിചാരം എന്തായിരുന്നു? വലാകിൻ ളനൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചുണ്ടാക്കുന്നതിൽ നിന്ന്, നിങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ മിക്ക കാര്യങ്ങളും അധികവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുകയില്ല എന്ന് നിങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് ധരിച്ചു വെച്ചു. എന്നാൽ അല്ലാഹു പറയാ, വദാലികും ظنكمുല്ലദീ ظننتم بربكم അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. വദാലികും ظنكم, അതായിരുന്നു നിങ്ങളുടെ വിചാരം, അതായിരുന്നു നിങ്ങളുടെ ധാരണ. അള്ളാഹു ഒന്നും അറിയുന്നില്ല, നിങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും അധികവും അള്ളാഹു മനസ്സിലാക്കുന്നില്ല എന്ന ധാരണയാണ് നിങ്ങൾക്കുണ്ടായിരുന്നത്. പക്ഷേ ആ ധാരണയെക്കുറിച്ച് അള്ളാഹു പറയുന്നത് വദാലികും ظنكم അല്ലദീ ظننتم بربكم, അത് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ധരിച്ചു വെച്ച നിങ്ങളുടെ ധാരണ മാത്രമാണ്. അർദാക്കും, ആ ധാരണ നിങ്ങളെ നിരാശത്തിൽപ്പെടുത്തി, നിങ്ങളെ നാശത്തിൽപ്പെടുത്തി. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അങ്ങനെ നിങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്തു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഫഇൻ യസ്ബിറു ഫന്നാറു മസ്വൽ ലഹും വഇൻ യസ്തഅതിബു ഫമാ ഹുവ മിനൽ മുഅ്തബീൻ. അല്ലാഹു പറയാ, ഫഇൻ യസ്ബിറു, ഇനി അവർ ക്ഷമിക്കുന്ന പക്ഷം, ഫന്നാറു മസ്വൽ ലഹും, അവരുടെ വാസസ്ഥലം നരകമാണ്. വഇൻ യസ്തഅതിബു, അവർ മടക്കത്തിനപേക്ഷിച്ചാൽ, അല്ലെങ്കിൽ അവർ ഖേദം പ്രകടിപ്പിച്ചാൽ, അതുമല്ലെങ്കിൽ അവർ തൃപ്തിക്കപേക്ഷിച്ചാൽ, ഫമാഹും മിനൽ മുഅ്തബീൻ, അവരുടെ മടക്കസ്ഥാനം, അതല്ലെങ്കിൽ അവരുടെ മടക്കം അവരുടെ ആ മടക്കം സ്വീകരിക്കപ്പെടുന്നവരിൽ അവരല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി തരികയാണ്. അപ്പൊ അവിശ്വാസികളായ ആളുകൾ അവർ അള്ളാഹുവിനെ കുറിച്ച് ധരിച്ചു വച്ചൊരു ധാരണ, ഇതൊന്നും ഞങ്ങൾ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും അതധികവും അള്ളാഹു അറിയുന്നില്ല എന്നവർ കരുതിയെന്നാൻ. എന്നാൽ അല്ലാഹു പറയുന്നത് വദാലികും ظنكمുല്ലദീ ظننتم بربكم അർദാകും ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ. ആ വിചാരണ നിങ്ങളെ നിരാശയിലാക്കി, ആ വിചാരണ അവരെ നാശത്തിൽപ്പെടുത്തി കളഞ്ഞു. ഫഅസ്ബഹ്തും മിനൽ ഖാസിരീൻ, അങ്ങനെ അവര് എല്ലാം നഷ്ടപ്പെട്ട ആളുകളിൽ പെട്ടുപോവുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് അല്ലാഹു അവരോട് പറയുന്നത് എന്താ? ഫൈൻ യസ്ബിറു, ഇനി നിങ്ങൾ ക്ഷമിക്കുകയാണെങ്കിൽ, ആ ക്ഷമിക്കുകയാണെങ്കിൽ പോലും നരകമാണ് നിങ്ങൾക്ക് പാർപ്പിടം. അവർ ഖേദിച്ചു, അതല്ലെങ്കിൽ തൃപ്തിക്കപേക്ഷിക്കുകയാണെങ്കിൽ, എന്നാൽ അവർ തൃപ്തി നൽകുന്നവരുടെ കൂട്ടത്തിൽ പെടുകയും ഇല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരാൻ. ഓക്കെ, നിങ്ങൾ ക്ഷമിച്ചാലില്ലെങ്കിലും അവർക്ക് എങ്ങനെയാണെങ്കിലും രണ്ടായാലും അവർക്ക് നരകം അനുഭവിക്കാനുള്ളതാണ്. ആ നരകത്തിൽ കിടന്ന് അവർ കത്തിയെരിയേണ്ടി വരും. ഒരിക്കൽ പോലും ആ നരകത്തിന്റെ ശിക്ഷ ക്ഷമിക്കുവാൻ കഴിയുമോ മനുഷ്യർക്ക്? ഇല്ല. കാരണം നമുക്കറിയാലോ, നരകത്തിന്റെ അഗാധമായ കാഠിന്യമേറിയ വേദനയേറിയ ശിക്ഷകളെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ, അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ നരകത്തിന്റെ ശിക്ഷ അവർ ക്ഷമിക്കാൻ തയ്യാറാണെങ്കിലും അതിന് തയ്യാറല്ലെങ്കിലും അവരുടെ സങ്കേതം നരകം മാത്രമാണ്. ആ നരകത്തിലെ ശിക്ഷയാകട്ടെ അവർക്കൊരിക്കലും ക്ഷമിക്കുവാനും സാധ്യമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ. ഇനി നോക്കുങ്ങൾ, ഇവിടെ ഈ ഒരു പദപ്രയോഗം, അവൻ യസ്തഅതിബു എന്ന് പറയുന്ന പദപ്രയോഗം, അതിന് 3 നിലക്കുമുള്ള അർത്ഥങ്ങളാണ് നമുക്ക് അവിടെ കൊടുത്തത് കാണാൻ സാധിക്കുക. ഇനി ഒന്ന്, അവർ ക്ഷമിക്കുകയാണെങ്കിലും അതല്ലെങ്കിലും അവർക്ക് നരകത്തിന്റെ ശിക്ഷ കാഠിന്യമാണ് എന്ന് അല്ലാഹു പഠിപ്പിച്ചു. ഇനി അതുമല്ലെങ്കിൽ അവർ ഖേദം പ്രകടിപ്പിച്ചു, അതല്ലെങ്കിൽ
ഐഹിക ജീവിതത്തിലേക്ക് മടക്കിക്കൊടുക്കുവാൻ അപേക്ഷിച്ചാലും ഇതൊന്നും അതല്ലെങ്കിൽ തങ്ങളുടെ മേൽ പ്രീതിക്ക് വേണ്ടി അപേക്ഷിക്കുകയാണെങ്കിലും ഇതൊന്നും തന്നെ അവിടെ ഫലം കാണുകയില്ല എന്നും കത്തിയാളുന്ന നരകത്തിന്റെ ആ ചൂടിൽ, ആ ശിക്ഷയിൽ അവർ വെന്തെറിയേണ്ടി വരുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അവിശ്വാസികളായ ആളുകൾ അവരുടെ തെറ്റായ ധാരണയെയാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നോക്കൂ നിങ്ങൾ, അവരുടെ പ്രധാനപ്പെട്ട ഓരോ പ്രവർത്തനമായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു വിചാരമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത്, അള്ളാഹു ഇതൊന്നും അറിയുന്നില്ല, അവരുടെ പ്രവർത്തനങ്ങൾ, അവർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ, ഇതൊന്നും അധികവും അള്ളാഹു അറിയുന്നില്ല എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ എന്നാൽ. നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ ചില ഹദീസുകൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ നല്ലത് വിചാരിക്കുമ്പോൾ ആ സൽവിചാരമുള്ളവർ അള്ളാഹുവിന്റെ കൽപ്പനക്കും പ്രീതിക്കും എതിരായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയില്ല എന്നാൽ. അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുക എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിലൂടെ, പ്രവാചകന്റെ ഹദീസുകളിലൂടെ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ, പ്രവാചകൻ നമുക്ക് ബോധ്യപ്പെടുത്തി തന്ന കാര്യങ്ങൾ, അത് അപ്രകാരം വിശ്വസിക്കുന്നതിലൂടെ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കുന്നതിലൂടെ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായി പ്രവർത്തിക്കുവാൻ ആ മനുഷ്യൻ തയ്യാറാവുകയില്ല. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് ചീത്തധാരണയും ദുർവിചാരവുമാണ് ഒരാൾക്കുള്ളതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്കെതിരെ പ്രവർത്തിക്കാൻ, പടച്ച റബ്ബിന്റെ നിയമങ്ങൾക്കും വിധികൾക്കും വിലക്കുകൾക്കും എതിരെ പ്രവർത്തിക്കാൻ അയാൾ തയ്യാറാകുമെന്നാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കും, അന ഇൻദ ളന്നി അബ്ദി ബി, ഞാൻ എൻ്റെ അടിയാന് എന്നെക്കുറിച്ചുള്ള ധാരണയനുസരിച്ചായിരിക്കും ഞാൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അള്ളാഹു പറയാണ്, എൻ്റെ അടിമക്ക് എന്നെക്കുറിച്ച് എന്ത് ധാരണയാണോ ഉള്ളത് ആ ധാരണക്കനുസരിച്ചാണ് ഞാൻ അവനോട് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അള്ളാഹുവിന്റെ റസൂൽ പറയാൻ, ലാ യമൂതുന്ന അഹദുക്കും, നിങ്ങളിൽ ഒരാളും അള്ളാഹുവിനെ കുറിച്ച് ധാരണ നന്നാക്കിക്കൊണ്ടല്ലാതെ, അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നന്നാക്കിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. കാരണം അള്ളാഹുവിനെ കുറിച്ച് ഒരു ജനതയുടെ ദുഷിച്ച ധാരണ അവരെ നാശത്തിലാക്കുമെന്ന്, അതുപോലെ തന്നെ അള്ളാഹുവിനെ കുറിച്ചുള്ള ദുഷിച്ച ധാരണ, ദുഷിച്ച വിചാരം ആ സമൂഹത്തിന്റെ തന്നെ നാശത്തിന് കാരണമാകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരാൻ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള ധാരണക്കനുസരിച്ചാണ് അള്ളാഹു ആ അടിമയോട് വർത്തിക്കുക. തിരിച്ച് അള്ളാഹും അങ്ങനെയാണ് പ്രവർത്തിക്കുക. അള്ളാഹുവിനെ കുറിച്ച് നല്ല ധാരണയും അള്ളാഹുവിനെ കുറിച്ചുള്ള സൽവിചാരവും ഒരു മനുഷ്യനെ അള്ളാഹുവിന് അടിമപ്പെട്ട് ജീവിക്കുവാൻ, അള്ളാഹുവിന്റെ കൽപ്പനകൾ അംഗീകരിക്കുവാൻ പ്രാപ്തമാക്കി നല്ല മുസ്ലിമായിട്ട്, നല്ല മുഅ്മിനായിട്ട് അവനെ മാറ്റിയെടുക്കുമെന്നാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള മോശവിചാരവും അള്ളാഹുവിനെ കുറിച്ചുള്ള ദുർവിചാരവും ഒരു മനുഷ്യനെ തെറ്റുകാരനാക്കാനും അവന്റെ ജീവിതത്തിൽ തിന്മകൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുവാനും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന വലിയ ധിക്കാരിയാക്കി മാറ്റാനും ആ ദുർവിചാരം കാരണത്താൽ അവനക്ക് സാധിക്കുമെന്നാണ് ഈ ആയത്തുകളുടെയും ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. അതുകൊണ്ടാണ് റസൂൽ പറഞ്ഞത്, ഒരിക്കലും അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടായിട്ടല്ലാതെ നിങ്ങൾ മരണപ്പെട്ടു പോകാൻ പാടില്ല. കാരണം പടച്ച റബ്ബിനെ കുറിച്ച് ഒരു ജനവിഭാഗം ദുർവിചാരമാണ് വെച്ചു പുലർത്തുന്നതെങ്കിൽ അതു കാരണത്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമൂഹത്തെ ശിക്ഷിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടുന്ന് മറ്റൊരു ഹസൻ അൽ ബസ്രി അദ്ദേഹത്തിന്റെ ചില വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ടത് നമുക്ക് കാണുവാൻ സാധിക്കും. എന്താണ് അദ്ദേഹം പറയുകയാണ്, തന്റെ റബ്ബിനെ പറ്റി നല്ല ധാരണ വെക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നത് നിരർത്ഥവും പറഞ്ഞതുപോലെ കള്ളവുമായിരിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ
അള്ളാഹു ദുഷ്പ്രവൃത്തികൾ പതിവാക്കുകയും അതേ സമയത്ത് എല്ലാ തിന്മകൾ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഞാൻ അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരണയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നൊരാൾ പറയുന്നത്, അദ്ദേഹം അല്ലെങ്കിൽ ആ മനുഷ്യൻ അള്ളാഹുവിനെ കുറിച്ച് പറയുന്ന കള്ളമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയും അവന്റെ വിചാരവും അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരവും നല്ലതാകുമ്പോൾ മാത്രമാണ് അവന്റെ പ്രവർത്തനങ്ങൾ നന്നാവുക. ഒരാളുടെ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരാളുടെ വിചാരം ദുർവിചാരമാണെങ്കിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനങ്ങളും മോശപ്പെട്ട വൃത്തികെട്ട തിന്മയായ പ്രവർത്തനങ്ങളായിരിക്കും. ഇനി അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കുകയും അതല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിചാരം നല്ല വിചാരമാണ്, സൽവിചാരമാണെന്ന് പറയുകയും തെറ്റുകൾ ആവർത്തിക്കുകയും ചെയ്യുന്നവർ അവർ കള്ളവാദികളാണ്, അവർ കള്ളന്മാരാണ് എന്ന് ഇമാം ഹസൻ ബസരി റഹിമഹുല്ല പറഞ്ഞത് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ഏതിരുന്നാലും ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ കുറിച്ച് ധരിച്ചു വെച്ചത് മോശപ്പെട്ട രൂപത്തിലായിരുന്നു. അള്ളാഹു ഇതൊന്നും അറിയുന്നില്ല, അള്ളാഹു ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതലൊന്നും മനസ്സിലാക്കുന്നില്ല എന്നൊരു തെറ്റായ ധാരണയായിരുന്നു അള്ളാഹുവിനെ കുറിച്ച് അവർക്കുണ്ടായിരുന്നത്. അള്ളാഹ് പറയാണ്, അതൊന്നുമല്ല, നിങ്ങൾ ചെയ്തതിനെ കുറിച്ചും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചും എല്ലാം കൃത്യമായിട്ട് അറിയുന്നവനായിരുന്നു ഞാൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മറുപടി നൽകുകയാണ്. എന്നിട്ട് 25-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നു, വഖയ്യദ്നാ ലഹും ഖുറനാഅ ഫസയ്യനു ലഹും മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വഹഖ അലൈഹിമുൽ ഖൗലു ഫീ ഉമമിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിം മിനൽ ജിന്നി വൽ ഇൻസി ഇന്നഹും കാനു ഖാസിരീൻ. അല്ലാഹു പറയാണ്, വഖയ്യദ്നാ, അങ്ങനെ നാം നിയമിക്കുകയുണ്ടായി, അങ്ങനെ നാം തീരുമാനിക്കുകയുണ്ടായി, അങ്ങനെ നാം നിശ്ചയിക്കുകയുണ്ടായി, ലഹും അവർക്ക്, ഖുറനാൻ ചില ഖരീനുമാരെ, ചില കൂട്ടാളികളെ, ചില തുണകളെ, അവരുടെ ഏറ്റവും അടുത്ത കൂട്ടാളികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നിശ്ചയിച്ചു കൊടുക്കുകയാണ്. ഫസയ്യനു, എന്നിട്ട് അവർക്ക് അലങ്കാരമാക്കി കൊടുത്തു, അവർക്ക് ഭംഗിയാക്കി കാട്ടിക്കൊടുത്തു. ലഹും അവർക്ക്, മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ളതിനെയും അവരുടെ പിമ്പിലുള്ളതിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ മനോഹരമാക്കി കൊടുക്കുകയാണ്. വഹഖ അലൈഹിം, അവരുടെ മേൽ യാഥാർത്ഥ്യമാവുകയും സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. അൽ ഖൗല്, വാക്ക്, അള്ളാഹുവിൻ്റെ വാക്കുകൾ, അള്ളാഹുവിൻ്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിൻ്റെ വാക്ക് അവർക്ക് മേൽ സ്ഥിരപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഫീ ഉമമിൻ, ചില സമുദായങ്ങളിലായിട്ട്, ഖദ് ഖലത് മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ചില സമുദായങ്ങൾ അല്ലെങ്കിൽ ചില സമുദായങ്ങളിലായിട്ട് അള്ളാഹുവിൻ്റെ വാക്ക് സ്ഥിരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ് ആ സമുദായം? മിനൽ ജിന്നി വൽ ഇൻസ്, മനുഷ്യരിലും ജിന്നുകളിലും പെട്ട. ഇന്നഹും കാനു ഖാസിരീൻ, നിശ്ചയമായും അവർ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടവരായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തരികയാണ്. അപ്പൊ ഇവിടെ സഹവാസം, മനുഷ്യന്റെ സഹവാസത്തെക്കുറിച്ച്, മനുഷ്യന്റെ കൂട്ടുകെട്ടിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹു പറയാണ്, ചില കൂട്ടാളികളെ നാം അവർക്ക് നിശ്ചയിച്ചു കൊടുത്തു എന്നാൻ. അവിശ്വാസികളായ ആളുകൾക്ക് ചില കൂട്ടാളികളെ അള്ളാഹ് നിശ്ചയിച്ചു കൊടുത്തു. എന്നിട്ടോ ആ കൂട്ടാളികൾ നിശ്ചയിച്ചു കൊടുത്തിട്ട് അവർക്ക് മുമ്പിലുള്ളതും അവർക്ക് പിമ്പിലുള്ളതുമൊക്കെ അവർക്ക് വലിയ ഭംഗിയാക്കി കാണിച്ചു കൊടുത്തു. അല്ലാഹ് അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളും അവരുടെ വിചാരങ്ങളും അവരുടെ അമാലുകളും ഒക്കെ അവർക്ക് വലിയ അത്ഭുതമായി, വലിയ ഭംഗിയുള്ളതായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും തങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങളുടെ കൂട്ടത്തിൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയുടെ വാക്ക്, അള്ളാഹുവിന്റെ അദാബിന്റെ ഖൗല് അവർക്ക് മേൽ സ്ഥിരപ്പെടുകയും ചെയ്തു എന്നാണ്. അപ്പൊ ഈ കൂട്ടാളികളെ കിട്ടിയത് നിമിത്തം കാരണത്താൽ അവർ ചെയ്യുന്ന ഏതൊരു പ്രവർത്തനവും അവർക്ക് വലിയ ഭംഗിയുള്ളതാക്കി, അവർക്ക് വലിയ അത്ഭുതമുള്ളതായി അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചു കൊടുത്തു. സഹോദരങ്ങൾ, നമുക്കറിയാലോ, സൗഹൃദ വലയത്തെ സ്വീകരിക്കുക എന്നുള്ളത് ഒരുപാട് നിർദ്ദേശങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ മർഉ അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ മതത്തിലാണ്.
ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ആരോട് കൂട്ടുകൂടണമെന്ന് നിങ്ങൾ നോക്കിക്കൊള്ളട്ടെ, നിങ്ങൾ ചിന്തിച്ചു കൊള്ളട്ടെ എന്നാണ്. അപ്പൊ സഹവാസവും കൂട്ടുകെട്ടും മനുഷ്യന് നന്നായി തീരുവാനും അതോടൊപ്പം തന്നെ ദുഷിച്ചു പോകാനും ഇഴവരും എന്ന് നമുക്കറിയാം. എന്നാൽ നല്ല സൗഹൃദങ്ങളെ സ്വീകരിച്ചവർ, അതുപോലെ തന്നെ നല്ല സൗഹൃദങ്ങളെ കൂട്ടുകെട്ടുകളായി സ്വീകരിച്ചവർക്ക് അതിലൂടെ വിജയം കണ്ടെത്തുവാനും ദുഷിച്ച കൂട്ടുകെട്ടിനെ അവരുടെ സൗഹൃദങ്ങളായി സ്വീകരിച്ചവർക്ക് അതിലൂടെ പരാജയത്തിലേക്ക് എത്താനും സാധിക്കുമെന്ന് ഈ ആയത്തുകളും അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് പറയുന്ന ഹദീസുകളിലൂടെയും നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കൂ നിങ്ങൾ, അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്, വജബത്ത് മഹബ്ബത്തി, എന്റെ സ്നേഹം, എന്റെ ഇഷ്ടം നിർബന്ധമായി ലഭിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അവരുടെ പ്രത്യേകത എന്താണ്? എന്റെ വിഷയത്തിൽ, എന്റെ കാര്യത്തിൽ, മതത്തിന്റെ വിഷയങ്ങളിൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളിൽ അന്യോന്യം സ്നേഹിക്കുന്നവർക്കും അതുപോലെ തന്നെ എന്നെക്കുറിച്ചുള്ള വിഷയങ്ങളിൽ, മതപരമായ വിഷയങ്ങളിൽ പരസ്പരം കൂടിയിരിക്കുന്നവർക്കും, ആ വിഷയത്തിൽ പരസ്പരം സന്ദർശനം നടത്തുന്നവർക്കും, എൻ്റെ വിഷയത്തിൽ പരസ്പരം വിട്ടുകൊടുക്കുന്നവർക്കും എൻ്റെ സ്നേഹം അവർക്ക് നിർബന്ധമായി ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അപ്പൊ സൗഹൃദങ്ങൾ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരെയായി ഒരു മനുഷ്യനെ നേരെയാക്കാനും ഒരു മനുഷ്യനെ ദുഷിച്ചവനാക്കാനും സൗഹൃദങ്ങൾ കൊണ്ട് സാധിക്കും. എന്നാൽ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചത് നല്ല സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കണമെന്നാണ്. ഇനി അതല്ല, ചീത്ത സൗഹൃദങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുത്തതെങ്കിൽ 25-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ അവർ ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും, എല്ലാ ദുഷിച്ച പ്രവർത്തനങ്ങളും, എല്ലാ വൃത്തികേടുകളും അവർ കലങ്കാരമായി തോന്നും എന്ന് മാത്രമല്ല, അവരതിൽ മുഴുകിക്കൊണ്ടിരിക്കുകയും അവസാനം അവർ നട്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുകയും ചെയ്യുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സൗഹൃദത്തെ സ്വീകരിക്കുമ്പോൾ നല്ല സൗഹൃദങ്ങൾ സ്വീകരിക്കാൻ സാധിക്കണം, നല്ല സൗഹൃദത്തെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത്, അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ തൻ്റെ സഹോദരനായ സുഹൃത്തായവന്റെ മതത്തിലാണ്, ദീനിലായിരിക്കും എന്ന് പഠിപ്പിച്ചു. അതുപോലെ തന്നെ അള്ളാഹു പറഞ്ഞില്ലേ ഖുദ്സിയായ ഹദീസിലൂടെ, എൻ്റെ വിഷയങ്ങൾക്ക് വേണ്ടി പരസ്പരം കൂടിയിരിക്കുന്നവർ, എൻ്റെ കാര്യത്തിനു വേണ്ടി പരസ്പരം സന്ദർശിക്കുന്നവർ, എൻ്റെ കാര്യത്തിനു വേണ്ടി പരസ്പരം സഹോദരങ്ങളെ പോലെ അവിടെ കൂടിയിരിക്കുന്നവർ, അവർക്ക് എൻ്റെ സ്നേഹം നിർബന്ധമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹു റസൂല് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി നോക്കൂ നിങ്ങൾ, ഇനി അവിശ്വാസികളായ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട സ്വഭാവത്തെക്കുറിച്ച്, ഒരു മോശപ്പെട്ട കാര്യത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു 26-ാമത്തെ വചനത്തിലൂടെ. വഖാലല്ലദീന കഫറു, അവിശ്വാസികളായ ആളുകൾ പറയും, ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ, ഈ ഖുർആൻ നിങ്ങൾ കേൾക്കരുത് കേട്ടോ, ഈ ഖുർആന്റെ വചനങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത് കേട്ടോ. വൽഗൗ ഫീഹി ലഅല്ലക്കും തഗ്ലിബൂൻ, വൽഗൗ ഫീഹി, അതിൽ നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കുക, അവിടെ നിങ്ങൾ തിരക്കുകൂട്ടുകയും ചെയ്യുക. ലഅല്ലക്കും തഗ്ലിബൂൻ, ഒരു പക്ഷേ നിങ്ങൾക്ക് ജയം നേടിയേക്കാം എന്ന് അവിശ്വാസികളായ ആളുകൾ പറഞ്ഞു വന്നാൽ. അപ്പൊ ഖുർആൻ കേൾക്കാൻ അവിശ്വാസികളുടെ ഒരു സ്വഭാവത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മക്കയിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധന പ്രവർത്തനവുമായി കൊണ്ട് സജീവമായി മുന്നോട്ട് പോയപ്പോ ഒരു കാരണവശാലും തെളിവുകൾ കൊണ്ടോ ന്യായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടോ അതല്ലെങ്കിൽ റസൂലിനെ മർദ്ദിച്ചതുകൊണ്ടോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഗതികൾ കൊണ്ടൊന്നും റസൂലിനെ മറികടക്കുവാൻ ഖുറൈശികൾക്ക് സാധ്യമല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടപ്പോ അവരുപയോഗിച്ച മറ്റൊരു അടവായിരുന്നു വിശുദ്ധ ഖുർആൻ കേൾക്കാൻ ആളുകളെ സമ്മതിക്കാതിരിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അത് കേൾക്കുന്ന സ്ഥലങ്ങൾ, അത് പാരായണം ചെയ്യുന്ന ഇടങ്ങൾ, അവിടെ പോയിക്കൊണ്ട് അനാവശ്യമായി സംസാരിക്കുകയും ചൂളം വിളിക്കുകയും കൊട്ടിക്കലാശങ്ങൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കുകയും ബഹളം വെക്കുകയും വഴി ആളുകളെ ഖുർആൻ കേൾക്കുന്നതിൽ നിന്നും അവർ തടഞ്ഞു വെച്ചു. എന്നാൽ ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ കൊഞ്ഞനം കാട്ടുക എന്ന ഒരു രൂപത്തിലായിരുന്നു
അവരുടെ സമീപനമെന്ന് ഇതിന്റെ വിശദീകരണത്തിൽ മുഹമ്മദ് അമാനി മൗലവി എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖുർആൻ കേട്ടാൽ മനസ്സിന് പരിവർത്തനമുണ്ടാകും, മനസ്സിന് മാറ്റങ്ങൾ ഉണ്ടാകും, നല്ലതിനെ കുറിച്ച് ചിന്തിക്കുകയും തെറ്റിൽ നിന്ന് മാറി നിന്ന് അവരുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് ഖുറൈശികൾക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധ ഖുർആന്റെ പാരായണം നടക്കുന്ന സദസ്സുകളിൽ, ഖുർആൻ പഠിക്കുന്നിടത്തും അത് പറയുന്നിടത്തും അത് ചൊല്ലിക്കൊടുക്കുന്നിടത്തും ഒക്കെ ഇവർ കൂട്ടം കൂടുകയും അത് കേൾക്കാതിരിക്കുവാൻ ബഹളം വിളിക്കുകയും കൂക്ക് വിളിക്കുകയും ചൂളം വിളിക്കുകയും കൊട്ടിക്കലാശങ്ങൾ നടത്തുകയും അത്തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ ഉണ്ടാക്കി വിശുദ്ധ ഖുർആന്റെ കേൾവിയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ഈ ഖുറൈശികളായ ആളുകൾ ശ്രമിച്ചുവെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇവിടെ വൽഗൗ ഫീഹി എന്നതിന് ഇമാം ബൈളാവി റഹിമഹുല്ലാഹ് നൽകിയിട്ടുള്ള ഒരു വ്യാഖ്യാനം നമുക്ക് ശ്രദ്ധയോടുകൂടെ വായിക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആൻ വായിക്കുന്നവന് ശല്യമുണ്ടാക്കുവാനായി അടിസ്ഥാനരഹിതമായ വാർത്തകൾ കൊണ്ട് നിങ്ങൾ അതിനെ എതിർക്കുവീൻ, അല്ലെങ്കിൽ അവ മുഖേന നിങ്ങൾ ശബ്ദമുയർത്തുവീൻ എന്ന് അവർ പറയുമായിരുന്നു എന്നാണ്. ചെണ്ടമുട്ടിയും അതുപോലെ തന്നെ കൂക്കി വിളിച്ചും ഗാനാലാപനങ്ങൾ നടത്തിയും അനാവശ്യമായി കൊണ്ട് സംസാരിച്ചും പരിശുദ്ധമായ ഖുർആൻ മറ്റു മനുഷ്യർക്ക് അത് പഠിക്കുവാനുള്ള അവസരത്തെ ഇവർ നഷ്ടപ്പെടുത്തിയെന്ന് ഇവരുടെ ഒരു ദുഷിച്ച സ്വഭാവമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത്രയും ആയത്തുകളിലൂടെ 18 മുതൽ 19 മുതൽ 26 വരെയുള്ള വചനങ്ങളിലൂടെ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുന്ന, അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായ, അള്ളാഹുവിന്റെ കത്തിയാളുന്ന നരകത്തിന്റെ ഇന്ധനങ്ങളായി തീരുന്ന അവിശ്വാസികളെ കുറിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഫലനുദീഖല്ലദീന കഫറൂ അദാബൻ ശദീദൻ വലനജ്സിയന്നഹും അസ്വഅല്ലദീ കാനൂ യഅമലൂൻ. എന്നാൽ അവിശ്വസിച്ചവർക്ക് നിശ്ചയമായും കഠിനമായ ശിക്ഷ അവരെ നാം ആസ്വദിപ്പിക്കുമെന്നാണ്. അള്ളാഹുവിൽ ഇങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളും അള്ളാഹു എന്ന ദൈവത്തിനെ ഏകദൈവമാക്കി ആരാധിക്കുവാനുള്ള തെളിവുകൾ ഉണ്ടായിട്ടും ഇതൊന്നും സ്വീകരിക്കാതെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ ദുഷിച്ച വിചാരത്തോടു കൂടിയും അതുപോലെ തന്നെ മോശപ്പെട്ട സൗഹൃദ വലയങ്ങളോട് കൂടിയും ജീവിതത്തെ തിന്മകളിൽ നിന്ന് തിന്മകളിലേക്ക് കൊണ്ടുപോയ അവിശ്വാസികളായ ആളുകൾ, ആ ആളുകൾക്ക് ഫലനുദീഖന്നല്ലദീന കഫറൂ അദാബൻ ശദീദ, വേദനയേറിയ കാഠിന്യമേറിയ ശിക്ഷ അവരെ നാം ആസ്വദിപ്പിക്കുമെന്നാണ്. വലനജ്സിയന്നഹും അസ്വഅല്ലദീ കാനൂ യഅമലൂൻ, അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിലെ തിന്മകൾക്ക് നാം അർഹമായ പ്രതിഫലം അവർക്ക് നൽകുകയും ചെയ്യും. ഒരു തിന്മക്ക് പോലും പ്രതിഫലം നൽകാതെ അവർ ചെയ്തു വെച്ച മോശം പ്രവർത്തനങ്ങൾക്ക്, അവരുടെ അഹങ്കാരത്തിന് ഒരു മറുപടി നൽകാതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകാതെ അല്ലാഹു അവരെ വിട്ടുകളയുകയില്ല. അവർ ചെയ്ത ഓരോന്നിനും കൃത്യമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അതിന്റെ പ്രതിഫലം, അവരുടെ തെറ്റുകൾക്ക് തിന്മകൾക്കുള്ള പ്രതിഫലം അല്ലാഹു നൽകുമെന്ന് പഠിപ്പിക്കുന്നു. എന്നിട്ട് അല്ലാഹു 28-ാമത്തെ ആയത്തിൽ പറയാണ്, ദാലിക ജസാഉ അഅദാഇല്ലാഹി النار ലഹും ഫീഹാ ദാറുൽ ഖുൽദ് ജസാഉൻ ബിമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. അല്ലാഹു പറയാ, ദാലിക ജസാഉ അഅദാഇല്ലാഹി النار, നരകമാണ് അള്ളാഹുവിന്റെ ശത്രുക്കൾക്കുള്ള പ്രതിഫലം. ആ നരകത്തിൽ ലഹും ഫീഹാ ദാറുൽ ഖുൽദ്, അവർ നിത്യവാസത്തിന്റെ സ്ഥിരവാസത്തിന്റെ ഒരു ഭവനമുണ്ട്. ആ നരകമാണ് അവർക്കുള്ള ശിക്ഷ. ജസാഉൻ ബിമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവർ നിഷേധിച്ചതിന്റെ, നമ്മുടെ ആയത്തുകളെ നിഷേധിച്ചതിന്റെ ഫലമായിക്കൊണ്ട് ആ നരകത്തിൽ അവർ നിത്യവാസികളായി അവിടെ കഴിച്ചു കൂട്ടേണ്ടി വരും. അതാണ് അവർക്കുള്ള അള്ളാഹുവിന്റെ ശത്രുക്കൾക്കുള്ള പ്രതിഫലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കാൻ. എന്നിട്ട് വഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദൈനി അദല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ. വഖാലല്ലദീന കഫറൂ, അവിശ്വാസികളായ ആളുകൾ പറയുമെന്നാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, അരിനല്ലദൈനി അദല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്,
ഞങ്ങളുടെ റബ്ബേ, ജിന്നുകളിലും മനുഷ്യരിൽ നിന്നും ഞങ്ങളെ വഴിപിഴപ്പിച്ച ഇരു കൂട്ടരെയും ഞങ്ങൾക്കൊന്ന് കാട്ടിത്തരണമേ നാഥ. എന്തിനാണ്? നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ ഞങ്ങള് രണ്ടു കൂട്ടരും ഏറ്റവും അധമന്മാരുടെ കൂട്ടത്തിലായി തീരുവാൻ വേണ്ടി ഞങ്ങൾക്കവരെ ഞങ്ങളുടെ കാൽ കീഴിലേക്ക്, കാലടികൾക്ക് താഴെയാക്കി അവരെ ഒന്ന് ചവിട്ടട്ടെ എന്ന് അള്ളാഹുവിനോട് പറയുമെന്നാണ്. അപ്പോൾ വഴിപിഴപ്പിച്ച അവരുടെ സൗഹൃദത്തെ, ആ ജിന്നുകളിൽപ്പെട്ട മനുഷ്യരിൽപ്പെട്ട അവരുടെ സൗഹൃദങ്ങളെ വഴിപിഴപ്പിച്ച അവരുടെ ആളുകളെ അവർ പരലോകത്ത് അള്ളാഹുവിനോട് ചോദിക്കുമെന്നാണ്. എന്തിനാണ് അവരെ വഴിപിഴപ്പിച്ചവരെ, അവിശ്വാസികളായ ആളുകൾക്ക് എന്തിനാണ് അവരെ നജഅൽഹുമാ തഹ്ത അഖ്ദാമിന, ഞങ്ങളുടെ കാലിന്റെ കീഴിലിട്ടുകൊണ്ട് ഞങ്ങൾ അവരൊന്ന് ചവിട്ടട്ടെ? എന്തേ കാരണം? ലിയകൂനാ മിനൽ അസ്ഫലീൻ, ഞങ്ങൾ ഏറ്റവും അധമന്മാരുടെ കൂട്ടത്തിലായിത്തീരുന്നത് അവരുടെ പ്രവർത്തനം കൊണ്ടാണ്. അവരാണ് ഞങ്ങളെ വഴിപിഴപ്പിച്ചത്. ആ ആളുകളെ, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ഞങ്ങളെ വഴിപിഴപ്പിച്ചവരെ നാഥ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ടാ ഞങ്ങൾ അവരെ ചവിട്ടി മെതിച്ചു നിന്ദിച്ചുകൊണ്ട് ഒരു പക പോക്കുവാൻ ഞങ്ങൾക്കൊരവസരം നൽകണേ എന്ന് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് അവിടെ പറയുമെന്ന് ഈ ആയത്തുകളിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഇഹലോകത്ത് വെച്ച് അവരോടൊപ്പം ഉണ്ടായിരുന്ന സ്നേഹാദരവുകളും അതുപോലെ തന്നെ ഇണക്കവുമെല്ലാം ആ സമയത്ത് അവിടെ അസ്തമിച്ചു പോവുകയാണ്. എത്ര വലിയ സൗഹൃദമാണെങ്കിലും, എത്ര വലിയ കൂട്ടുകെട്ടാണെങ്കിലും, പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാത്ത, അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും അനുസരിക്കാത്ത സൗഹൃദ വലയങ്ങളാണെങ്കിൽ അതൊക്കെ പരലോകത്ത് ആ സ്നേഹവും ആ ഇഷ്ടവുമൊക്കെ അവിടെ അസ്തമിച്ചു പോവുകയാണ്. മറിച്ച് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളെ വഴിപിഴപ്പിച്ച ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ആളുകളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചുകൊണ്ടാ ഞങ്ങളുടെ കാൽ കീഴിലിട്ട് അവരൊന്ന് ചവിട്ടട്ടെ, അവരെ നിന്ദിക്കട്ടെ എന്ന് പരലോകത്ത് അവിശ്വാസികൾ പറയുമെന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, കൂട്ടുകെട്ടുകൾ സ്വീകരിക്കുമ്പോൾ, സൗഹൃദ വലയങ്ങൾ സ്വീകരിക്കുമ്പോൾ, അതുപോലെ തന്നെ നല്ല ബന്ധങ്ങൾ സ്വീകരിക്കുമ്പോൾ അവിടെയൊക്കെ നല്ലതാണെന്ന് പറയാൻ കഴിയുന്ന രൂപത്തിലുള്ള കൂട്ടുകെട്ടുകളും സൗഹൃദങ്ങളും ബന്ധങ്ങളും സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ക്ലാസ് കേൾക്കുന്നതിൽ ഭൂരിഭാഗവും ഉപ്പമാരും ഉമ്മമാരുമായിരിക്കും. പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട വിഷയമാണ് സൗഹൃദങ്ങൾ എന്നുള്ളത്. ഏതൊരു നെറികെട്ട കാര്യത്തിനും ഏതൊരു തോന്നിവാസത്തിനും കൂട്ടുനിൽക്കുന്നതല്ല സൗഹൃദം. നേരെ മറിച്ച് തെറ്റുകളിൽ നിന്ന് കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവരുന്ന സൗഹൃദങ്ങൾ നമ്മുടെ മക്കൾക്കുണ്ടാവണം. ഇല്ലെങ്കിൽ പരലോകത്ത് ആ സൗഹൃദത്തിന്റെ പേരിൽ പരലോകത്ത് നിന്ദിക്കപ്പെട്ടവരായി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെടാത്തവരായി, പടച്ച റബ്ബിന്റെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പകർത്താത്തവരായി നരകത്തിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടി വരും എന്ന് നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതാണ് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ 30-ാമത്തെ വചനത്തിൽ കഴിഞ്ഞ 18 മുതൽ ഈ 29 വരെയുള്ള, അല്ലെങ്കിൽ 19 മുതൽ 29 വരെയുള്ള 10ഓളം ആയത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിക്കുന്ന, പടച്ച റബ്ബിനെ അംഗീകരിക്കാത്ത, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ഉൾക്കൊള്ളാത്ത ആളുകളുടെ അവരുടെ ജീവിതത്തെക്കുറിച്ചും പരലോകത്ത് അവർക്ക് സാക്ഷികളായി വരുന്ന അവസ്ഥകളെക്കുറിച്ചും അതുപോലെ തന്നെ അവർക്ക് നേരിടേണ്ടി വരുന്ന പ്രയാസത്തെക്കുറിച്ചും അപകടങ്ങളെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനിയുള്ള വചനങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഒരു ശൈലി എന്ന നിലക്ക് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ. അല്ലാഹു പറയാൻ, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ റബ്ബ് അല്ലാഹുവാണ് എന്ന് പറയുകയും സുമ്മസ്തഖാമു, എന്നിട്ട് ആ മാർഗത്തിൽ ചൊവ്വായി നിലകൊള്ളുകയും ചെയ്തിട്ടുള്ളവർ, തതനസ്സലു അലൈഹിമുൽ മലായിക, അവരുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടും, അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറു ബിൽ ജന്ന, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുന്ന, അതുപോലെ തന്നെ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ വ്യസനിക്കുകയും വേണ്ട എന്ന് പറഞ്ഞ് സന്തോഷ വാർത്ത അറിയിക്കുന്ന മലക്കുകൾ
അവരുടെ മേൽ ഇറങ്ങുകയും ചെയ്യും. വഅബ്ശിറൂ ബിൽ ജന്ന, അവർക്ക് സ്വർഗമാണ് സന്തോഷ വാർത്ത. ആ സ്വർഗം അല്ലതീ കുൻതും തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട ആ സ്വർഗത്തെക്കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കുന്ന, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന, പടച്ച റബ്ബിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് മുസ്ലിമായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അടിമയായ ഒരു മനുഷ്യന് മലക്കുകൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കും. നിങ്ങളുടെ പ്രതിഫലം സ്വർഗമാണ്, നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയ സ്വർഗം. അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട കേട്ടോ, നിങ്ങൾ വ്യസനിക്കേണ്ട കേട്ടോ, നിങ്ങൾക്ക് ദുരിതങ്ങൾ വേണ്ട കേട്ടോ, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അവരെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകൾ അവരിലേക്ക് ഇറങ്ങി വരുമെന്നാണ്. എന്നിട്ട് പറയും, നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നഹ്നു ഔലിയാഉക്കും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ. ഇഹത്തിലും പരത്തിലും നിങ്ങളുടെ ബന്ധുമിത്രങ്ങളാണ് ഞങ്ങളെന്ന് ആ മലക്കുകൾ അവരോട് പറയും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. അല്ലാഹു പറയാണ്, അങ്ങനെ മലക്കുകൾ അവരോട് പറയും, നിങ്ങളുടെ മനസ്സുകൾ എന്ത് ഇച്ഛിക്കുന്നുവോ അത് മുഴുവനും നിങ്ങൾക്ക് ആ സ്വർഗത്തിൽ ഉണ്ടായിരിക്കും. നിങ്ങളുടെ മനസ്സെന്താഗ്രഹിക്കുന്നുവോ അത് ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അല്ലാഹു പറയാൻ, വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങൾ അവിടെ എന്താവശ്യപ്പെടുന്നുവോ, നിങ്ങളുടെ മനസ്സെന്താഗ്രഹിക്കുന്നുവോ അതെല്ലാം ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ടാകും. നുസുലം മിൻ ഗഫൂരിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു പറയാണ്, അല്ലാഹു വിശ്വസിക്കുന്ന ആളുകൾ, അല്ലാഹുവാണ് റബ്ബെന്ന് പ്രഖ്യാപിച്ചവർ, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവർ, അവർക്കുള്ള പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്ത സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് മലക്കുകൾ അവരെ കൈപ്പിടിച്ചു കൊണ്ടുപോകും. സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടേണ്ട, ദുഃഖിക്കേണ്ടതില്ല എന്ന ആശ്വാസത്തിന്റെ, സമാശ്വാസത്തിന്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് ആ സ്വർഗത്തിലേക്ക് അവരെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നിന്ന് അല്ലാഹു പറയാണ്, ഈ ലോകത്തും പരലോകത്തും ഞങ്ങൾ നിങ്ങളുടെ ബന്ധുമിത്രങ്ങളാണ് എന്ന് ആ വിശ്വാസികളോട് മലക്കുകൾ പറയുമെന്നാൽ. എന്നിട്ട് ആ സ്വർഗത്തെക്കുറിച്ച് അല്ലാഹു പറയാ, ആ സ്വർഗത്തിൽ വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ, നിങ്ങളുടെ മനസ്സാഗ്രഹിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന, നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ആ സ്വർഗത്തിൽ നിങ്ങൾക്കുണ്ടായിരിക്കും. നുസുലം മിൻ ഗഫൂരിർ റഹീം, ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമായ അള്ളാഹുവിൽ നിന്നുള്ള ഒരു സൽക്കാരമാണ് നിങ്ങൾക്ക് ആ സ്വർഗമെന്ന് അവരോട് പറയുമെന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര കൃത്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തെക്കുറിച്ച്, അത് ലഭിക്കുന്ന വിശ്വാസികളെക്കുറിച്ചും അവർക്കുണ്ടാകുന്ന മേന്മകളെക്കുറിച്ചും അവർക്കുണ്ടാകേണ്ട സ്വഭാവത്തെക്കുറിച്ചും അല്ലാഹു പഠിപ്പിച്ചത്. വിശ്വാസികളാണവർ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണവർ. അല്ലാഹുവിൽ ശരിയാവണ്ണം വിശ്വസിക്കുകയും ആ വിശ്വാസത്തെ പ്രഖ്യാപിക്കുകയും അതിൻ്റെ താല്പര്യമനുസരിച്ച് നേർമാർഗത്തിലൂടെ സഞ്ചരിക്കുകയും അങ്ങനെ അവരുടെ ജീവിതത്തിൽ ഐഹികവും പാരത്രികവുമായ സന്തോഷവാർത്തകളുമായി കൊണ്ട് മലക്കുകൾ അവരുടെ സമീപത്തേക്ക് അവരെ സമീപിക്കുമെന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് തന്നെ ഇഹലോകത്ത് നമ്മൾ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ മക്കളെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള സംവിധാനങ്ങളെക്കുറിച്ചും അങ്ങനെയുള്ള പേടികളൊന്നും നിങ്ങൾക്ക് വേണ്ട എന്ന് മരണത്തിന്റെ സമയത്ത് പോലും അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ അടുക്കൽ വന്ന് പറയും. അങ്ങനെയുള്ള പേടികളൊന്നും വേണ്ട. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഭാര്യ, മക്കള്, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ്, മക്കള്, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ ബാക്കിയുള്ളത്, ഇതൊക്കെ പടച്ച റബ്ബ് കൃത്യമായ രൂപത്തിൽ അവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നും അതിനെപ്പറ്റിയൊന്നും നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല എന്ന് അവരോട് പറയുമെന്നാണ്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, മരണസമയത്തും ഖബറിൽ വെച്ചും പുനരുദ്ധാരണ സമയത്തും മലക്കുകൾ സന്തോഷ വാർത്ത അറിയിക്കുമെന്ന് സെയ്ദ് ബിൻ അസ്ലം പറഞ്ഞതായിക്കൊണ്ട് ഇബ്നു അബീ ഹാത്തിം നിവേദനം ചെയ്തിരിക്കുന്നു എന്ന് ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പേടികളൊന്നും അവർക്കുണ്ടാകേണ്ടതില്ല. എല്ലാം അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിൽ സുരക്ഷിതമായിക്കൊണ്ട് അവരാഗ്രഹിച്ച രൂപത്തിൽ തന്നെ
തന്നെ ഇവിടെ നിലനിർത്തിക്കൊണ്ടുപോകുമെന്നും അവർക്ക് അള്ളാഹുവിൽ വിശ്വസിച്ചവർക്ക് സ്വർഗമാണ് അവർക്കുള്ള പ്രതിഫലമെന്നും ആ സ്വർഗത്തിൽ സന്തോഷത്തോടു കൂടെ സമാധാനത്തോടു കൂടെ ദുഃഖങ്ങളില്ലാത്ത, പരിഭവങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത അവസ്ഥയുമായിട്ട് കഴിച്ചുകൂട്ടാൻ അവർക്ക് സാധിക്കുമെന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിലൂടെ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. സുഫിയാൻ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു റസൂലിനോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ, അവിടത്തേക്കു ശേഷം മറ്റാരോടും ഞാൻ കൂടുതൽ ചോദിച്ചറിയേണ്ടി വരാത്തൊരു വാക്ക് ഇസ്ലാമിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അള്ളാഹുവിൽ വിശ്വസിച്ചു എന്ന് നീ പറയുക. എന്നിട്ടോ പിന്നീട് നീ ചൊവ്വായി നിലനിൽക്കുക. ഖുൽ ആമൻതു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. ഈ ലോകത്ത് ഏറ്റവും നല്ല വാക്ക്, അതല്ലെങ്കിൽ ഈ ലോകത്ത് മറ്റൊരാളോടും ഇനി ചോദിച്ച് ഇതിനേക്കാളും നല്ലൊരു വാക്ക് എനിക്ക് കേൾക്കാൻ കഴിയാത്ത വിധം ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് റസൂൽ എനിക്ക് നിങ്ങൾ പഠിപ്പിച്ചു തരണമെന്നാൽ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ പറയണം. എന്താ നീ പറയേണ്ടത്? ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. ഫസ്തഖിം സുമ്മ ഇസ്തഖിം, എന്നിട്ട് ആ മാർഗത്തിൽ നീ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. എന്നിട്ട് ആ ഹദീസിൽ കാണാം, പിന്നീട് അദ്ദേഹം ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് പ്രവാചകനോട് ചോദിച്ചപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാവിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ നാവിനെ നീ സൂക്ഷിക്കണമെന്നും ഉത്തരം പറഞ്ഞു എന്നാണ്. അപ്പൊ ഏറ്റവും നല്ലത്, ഏറ്റവും ശ്രേഷ്ഠമായത്, അതിനപ്പുറത്തേക്ക് ഒരു നല്ലതെന്ന് പറയാനില്ലാത്ത വിധം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരു വാക്ക് ആമൻതു ബില്ലാഹ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു. സുമ്മ ഇസ്തഖിം, എന്നിട്ട് ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. അവർക്കാണ് സ്വർഗം, അവർക്കാണ് പ്രതിഫലം, അവർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളുടെ കൂമ്പാരമായ സുഖാഡംബരത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെ സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹ് പഠിപ്പിച്ച ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് സാധിക്കണം. പേടിയില്ലാതെ, ഭയമില്ലാതെ, ദുഃഖമില്ലാതെ, പരിഭവങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിൽ സന്തോഷ വാർത്ത കേട്ട് മലക്കുകൾ മിത്രങ്ങളായിരിക്കുന്ന ഒരു വലിയ സന്തോഷം നിറഞ്ഞ അവസ്ഥയിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അത്തരക്കാർക്ക് സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ തയ്യാറാകേണ്ടതും ആ സ്വർഗം കരസ്ഥമാക്കാൻ. അതല്ലാതെ പരിഭവങ്ങളുമായി നിന്ദിക്കപ്പെട്ടവരായി നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് വലിച്ചെറിയുന്ന അവിശ്വാസികളായിക്കൊണ്ട് ഈ ലോകത്ത് താൻ തോന്നിവാസിയായി ജീവിച്ച് കൽപ്പനകളും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും കൽപ്പനകളും അനുസരിക്കപ്പെടാത്തവരായി അവനവന് ഇഷ്ടപ്പെട്ട രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതിനനുസൃതമായ ബന്ധങ്ങളും അതിനനുസൃതമായ സൗഹൃദങ്ങളും അതിനനുസൃതമായ മിത്രങ്ങളെയും സ്വീകരിച്ച് ജീവിതത്തിൽ തെറ്റുകൾ ആവർത്തിക്കപ്പെടുന്ന അവിശ്വാസികളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. ഒരിക്കലും അത് താങ്ങാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് തിരിച്ചറിഞ്ഞ് യഥാർത്ഥ വിശ്വാസം ഉൾക്കൊണ്ട് യഥാർത്ഥ മുവഹിദുകളായി, യഥാർത്ഥ മുജാഹിദുകളായി അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായിട്ട് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാവുക. നമ്മൾ ഖുർആൻ വിജ്ഞാന പരീക്ഷയ്ക്ക് വേണ്ടി വളരെ കുറഞ്ഞ ദിവസം, മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ടാണ് വേഗതയിൽ ആയത്തുകളും അതിൻ്റെ വിശദീകരണങ്ങളും പറഞ്ഞു പോയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പരീക്ഷയ്ക്ക് എന്നതിനപ്പുറത്ത് ജീവിതത്തിൽ പകർത്താൻ കൂടെയുള്ള പഠനങ്ങളാവണം വിശുദ്ധ ഖുർആനും ഹദീസുകളും പഠിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു ചിന്ത. അതിനനുസൃതമായി വളരെ കൃത്യമായി തഫ്സീറുകൾ വായിച്ച്, ആയത്തുകൾ വായിച്ച് അർത്ഥം മനസ്സിലാക്കി പരീക്ഷ എഴുതുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ തയ്യാറാവുക. ഇൻഷാ അല്ലാഹ് 33 മുതൽ ഇനി അവസാനം വരെയുള്ള 54-ാമത്തെ ആയത്തുകൾ വരെയുള്ള ആ ആയത്തുകളെല്ലാം ഒരു ക്ലാസ്സിൽ കൂടെ മാത്രമേ നമുക്ക് അവസരം ലഭിക്കുകയുള്ളൂ. ആ ഒരു ക്ലാസ്സിൽ അതിവേഗതയിൽ തന്നെ നമ്മളെടുത്ത് പൂർത്തിയാക്കും. കേൾക്കുന്ന കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.